നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കലിൽ അന്തിമ തീരുമാനമെടുക്കാതെ ജില്ലാ ഭരണകൂടം. നിയമ ക്രമസമാധാന പ്രശ്നങ്ങൾ സംബന്ധിച്ച പരിശോധനകൾ തുടരുന്നതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. കല്ലറ പൊളിക്കുന്ന തീയതി സംബന്ധിച്ച് കുടുംബത്തിന് ഇതുവരെ അറിയിപ്പ് നൽകിയിട്ടില്ല. നോട്ടീസ് ലഭിക്കുന്ന മുറയ്ക്ക് ഹൈക്കോടതി ഉൾപ്പെടെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. AV ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, ഇന്ന് അക്കാര്യത്തിലൊരു തീരുമാനം ജില്ലാ ഭരണകൂടം എടുക്കും എന്ന് നേരത്തെ വിവരമുണ്ടായിരുന്നു. പക്ഷേ കോടതിയെ സമീപിക്കാനുള്ള നീക്കം കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ജില്ലാ ഭരണകൂടം ആലോചിക്കുന്നത് എന്താണ് ജയശങ്കർ? അതായത് കൃത്യമായി പരിശോധനകൾ നടത്തി, കൂടിയാലോചനകൾ നടത്തി, ക്രമസമാധാന പ്രശ്നങ്ങളില്ലാതെ ഈ കല്ലറ പൊളിക്കാനാണ് നിലവിൽ ജില്ലാ ഭരണകൂടം ആലോചിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ആലോചനകൾ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ വിളിച്ച് ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ നടക്കുന്നതായാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്ന് കല്ലറ പൊളിക്കുന്ന തീയതി സംബന്ധിച്ച് കുടുംബത്തിന് നോട്ടീസ് നൽകുമെന്നായിരുന്നു ആദ്യം പുറത്തു വന്നിരുന്ന വിവരം. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ നോട്ടീസ് കൈമാറുമെന്നാണ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ അറിയിച്ചത്. പക്ഷേ ഇതുവരെ കുടുംബത്തിന് ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ ഒരു വിവരം ലഭിച്ചിട്ടില്ല. ഈ ജില്ലാ ഭരണകൂടത്തിന്റെ നോട്ടീസ് ലഭിക്കുന്ന മുറയ്ക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉൾപ്പെടെ സമീപിക്കുമെന്നാണ് രാവിലെ അഭിഭാഷകൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഇതുവരെ ജില്ലാ ഭരണകൂടം ഔദ്യോഗികമായ ഒരു അറിയിപ്പ് നൽകിയിട്ടില്ല. എന്തായാലും കൂടിയാലോചന പുരോഗമിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും നാളെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. എന്തായാലും ഈ കല്ലറ പൊളിച്ച് പരിശോധന നടത്തണമെന്ന് തന്നെയാണ് പോലീസിന്റെ നിലപാട്. കാരണം ഇത് ആദ്യം ഘട്ടത്തിൽ ഒരു മാൻ മിസ്സിംഗ് കേസ് എടുക്കുന്നു, പിന്നീട് അതൊരു കൊലപാതക കേസിലേക്ക് മാറുന്നു. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ച് ഇതിന്റെ കുറ്റാന്വേഷണം നടത്തേണ്ടതുണ്ട്. അതിന് ഏറ്റവും നിർണായകമായ തെളിവുകളുള്ളത് ഈ കല്ലറയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കല്ലറ പൊളിച്ച് പരിശോധിക്കണമെന്ന ഒരു നിലപാടിലാണ് പോലീസ് ഉള്ളത്. പക്ഷേ ജില്ലാ ഭരണകൂടം ഇതിന്റെ ക്രമസമാധാന വിഷയങ്ങളും കൂടി പരിശോധിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാമെന്നൊരു നിലപാടിലാണ്. എന്തായാലും കൂടിയാലോചനയ്ക്ക് ശേഷം ഒരു അന്തിമ തീരുമാനത്തിൽ എത്താമെന്ന പ്രതീക്ഷയിലാണ് നിലവിൽ ഉള്ളത്. എന്തായാലും തിടക്കത്തിൽ എടുത്തു ചാടി ഒരു പ്രശ്നം സൃഷ്ടിക്കേണ്ടെന്ന ഒരു നിലപാടാണ് ജില്ലാ കളക്ടർ അടക്കം ഈ വിഷയത്തിലുള്ള. എന്തായാലും ശരി, നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കലുമായി ബന്ധപ്പെട്ട് തിരക്കിട്ടൊരു തീരുമാനത്തിലേക്ക് കടക്കേണ്ടതില്ല. വിശദമായ കൂടിയാലോചനകൾക്ക് ശേഷം കല്ലറ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആലോചനയിലേക്ക് കടന്നാൽ മതി എന്നാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ജയശങ്കർ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.